പായസം തന്നെ എത്ര തരത്തിലല്ലേ? പല രുചിയിലും പല നിറത്തിലുമുള്ള പായസങ്ങളല്ലേ? ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഒരു പായസം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ പറയണേ. ഇതിൻ്റെ സ്കിൻ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളുമല്ല, എന്നാൽ വലിയ കഷ്ണങ്ങളുമല്ല. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത മത്തങ്ങ കഴുകി കൂടി എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കഴുകിയെടുത്ത മത്തങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിക്കാം. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ മത്തങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടും ഉണ്ടാകണം. പായസം കഴിക്കുമ്പോൾ മത്തങ്ങേൻ്റെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടണം. ഇത് കണ്ടോ, ഇതുപോലെ വെന്തിട്ടുണ്ടാകണം, എന്നാൽ ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഇത് 5 അച്ച് ശർക്കര ചീകിയെടുത്തതാണ്. ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ചീകിയെടുത്തിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. നല്ല ശർക്കര അല്ലെങ്കിൽ ഉരുക്കി അരിച്ചൊഴിച്ചാലും മതി. ശർക്കര ഉരുക്കി അരിച്ചൊഴിക്കുകയാണെങ്കിൽ മത്തങ്ങ വേവിക്കാൻ ഇത്രയും വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. 1 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയാവും. ഇപ്പോൾ ശർക്കര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ ചവ്വരി 2 പ്രാവശ്യം കഴുകി വെള്ളം മാറ്റിയെടുത്ത ചവ്വരിയാണിത്. ഇത് ചെറിയ പേഴ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. വലുതാണെങ്കിലും ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വെന്ത് വന്നോളും. ഇതിലിട്ട മധുരം മത്തങ്ങയിലേക്കും ചവ്വരിയിലേക്കും പിടിക്കണം. അത്ര വരെ ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. വെന്ത് ശർക്കരപ്പാനി കുറച്ച് കുറുകി വരണം. ഇതേപോലെ ശർക്കരപ്പാനി വെന്ത് കുറുകി വരുന്ന സമയത്ത് നേരിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങാപ്പാലാണ്. 1/4 ഗ്ലാസ് തേങ്ങാപ്പാലിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നേർപ്പിച്ചെടുത്തതാണിത്. ഇത് നന്നായി വേവിച്ചെടുക്കുക. മത്തങ്ങയും ചവ്വരിയും ആയതുകൊണ്ട് തന്നെ വെന്ത് വരുമ്പം ഇത് കട്ടിയായിക്കോളും. ഇത് കണ്ടോ, ഇപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇത്ര കട്ടിയായാൽ മതി. തണുക്കും തോറും ഈ പായസം കുറുകി വരും. ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാനാണെങ്കിൽ ഒരുപാട് സമയം തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിലെടുത്തു കഴിഞ്ഞാൽ അധികം നേർത്തതും ആവില്ല, എന്നാൽ അധികം കട്ടിയും ആയിരിക്കില്ല. കറക്റ്റ് പാകത്തിലായിരിക്കും. ഈ സമയത്ത് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. ശർക്കരയും തേങ്ങാപ്പാലും വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഏലക്കാപ്പൊടി ഇട്ടാൽ പിന്നെ ആ മണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഏലക്കാപ്പൊടി ഇടാഞ്ഞത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യിൽ വാട്ടിയെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് വെറും അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ടുള്ളൂ, മുന്തിരിങ്ങയൊന്നും ഇട്ടില്ല. ഇത് അധികം ഉടച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ മത്തങ്ങേൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാകും കടിക്കാൻ വേണ്ടി. ഈ പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഈ മത്തങ്ങേൻ്റെ കഷ്ണത്തിന് ശർക്കരയൊക്കെ പിടിച്ച് നല്ലൊരു മധുരമായിരിക്കും. അല്ലെങ്കിലും മത്തങ്ങക്ക് ചെറിയൊരു മധുരം ആയിരിക്കുമല്ലോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ സാഗോ പംകിൻ പായസം റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.